ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറില്ല. അങ്ങനെ പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും, പുതിയ വീഞ്ഞ് ഒഴുകിപ്പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകരേണ്ടത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്ന ആലയം വിശുദ്ധമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് പകരുന്നത്. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ഈ ലോകത്തെ സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ എന്തൊരു കൂട്ടായ്മയാണുള്ളത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമോ? നിങ്ങൾ ഈ ലോകത്തോട് വേർപെടണം. ഈ ലോകത്തിനെ സ്നേഹിക്കുന്നവൻ്റെ അകത്ത് പിതാവിൻ്റെ സ്നേഹമില്ല. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെയും ലോകത്തിൽ നിന്നുള്ളതാകുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് പകരുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടുണരണം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കണം. വിശുദ്ധീകരിക്കപ്പെട്ട വേർപെട്ട ഒരു ജീവിതം നിങ്ങൾ നയിക്കണം. വിട്ടുപോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുൻപടയും പിൻപടയുമായിരിക്കും. അതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഇനിയും ദൈവത്തെ വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മുടെ അകത്ത് ഐശ്വര്യമായി വസിക്കുന്നു എങ്കിൽ, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളുടെ കൂടെ വസിപ്പാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം, സമർപ്പിക്കണം. ഈ ലോകവുമായിട്ട് നമുക്കൊരു കാര്യവുമില്ല. നാം ഈ ലോകത്തിലുള്ളവരല്ല. നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തവും കൊടുത്തിട്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. നാം ഈ ലോകത്തിലുള്ളവരല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും. കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം, നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ടവരെ, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി
രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.